നീ എപ്പോഴാ ഇവിടെ വന്നത്? ഞാൻ വന്നിട്ട് 6 മാസത്തിന് മേലെയായി. നിനക്ക് നാട്ടിലേക്ക് ഞാനൊരു കത്തയച്ചിരുന്നു. എന്നാൽ ആ കത്തോണ്ട് എല്ലാ സത്യങ്ങളും പുറത്തു വന്നു. ഒരു കണക്കിന് നോക്കി അത് നല്ല കാര്യമായി പോയി. അക്കാര്യത്തെ സംശയമില്ല. ഇല്ലെങ്കിൽ പാവം ആ മനുഷ്യന്റെ ജീവിതം തകർന്നു പോയിരിക്കുമെന്ന്. എനിവേ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം ശാരദേ. കാറിലിരുന്ന് സംസാരിക്കാം. വരൂ ശാരദേ, എങ്ങനെയെങ്കിലും ജോയുടെ അസുഖം മാറണം. നിനക്കറിയാവുന്ന ഡോക്ടർ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് പരിചയമുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, ഡോക്ടർ ഇന്ദ്രജ. ഇതുപോലുള്ള ഞരമ്പ് സംബന്ധിച്ച ഏത് രോഗമാണെങ്കിലും അവരത് മാറ്റിത്തരും. ഉറപ്പാ. നമുക്ക് അവരൊന്ന് പോയി കാണാം. അവരെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഒരു ചെക്കപ്പ് നടത്താം. താങ്ക് യു ശാരദ, താങ്ക് യു സോ മച്ച്. ഇവിടെ വേദനയുണ്ടോ? ഇല്ല. ഇവിടെ ഇല്ല. ഒരു ഹെയർ പിൻ തരൂ. ഇപ്പോ ഇവിടെയോ? ഉണ്ട്. ഇവിടെ വേദനയുണ്ടോ? ഇല്ല ഡോക്ടർ. ഇവിടെ ഇല്ല. പേടിക്കാനൊന്നുമില്ല. എന്നാ എന്താ ഡോക്ടർ? വരൂ പറയാം. ജോയുടെ അസുഖം മാറാൻ വല്ല വഴിയുണ്ടോ ഡോക്ടർ? തീർച്ചയായും ഉണ്ട്. എന്നാ എന്താ ഡോക്ടർ? നിങ്ങൾ വിചാരിക്കും പോലെ അതത്ര പെട്ടെന്ന് ഗുണപ്പെടുത്താൻ പറ്റില്ല. എന്തെന്നാൽ ഈ കുട്ടിയുടെ കാലിലെ ഞരമ്പുകൾ ആകെ തളർന്നു തുടങ്ങിയിട്ടുണ്ട്. തെറ്റായ ട്രീറ്റ്മെന്റിൽ കൂടിയാ ഇത് ഈ വിധത്തിലെത്തിയത്. ഈ നിലയ്ക്ക് ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ രോഗിയുടെ ശരീരം ഒരിക്കലും തണുക്കാൻ പാടില്ല. അത് മാത്രമല്ല, ഈ കുട്ടി മനസ്സുകൊണ്ടും ആകെ തളർന്നു പോയിരിക്കുക. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സാഹചര്യത്തിൽ രോഗിയുടെ മനസ്സ് വളരെ സന്തോഷമായിരിക്കണം. നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊന്നും മറ്റാരും അറിയണ്ട. വരൂ. ഒരു പുരുഷന്റെ മനോവിഷമം എന്താണെന്ന് കണ്ടുപിടിച്ച് അത് മാറ്റിയെടുക്കാൻ ഒരു സ്ത്രീക്ക് നിഷ്പ്രയാസം കഴിയും. ഇപ്പൊ ഇവിടെ ഈ സാഹചര്യത്തിൽ ഈ കുട്ടിയുടെ രോഗം മാറ്റാനുള്ള ശക്തി ഞാൻ തരുന്ന മരുന്നിനേക്കാളും നിങ്ങളുടെ ശുശ്രൂഷയ്ക്കുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കൂടെ കൂടെ കാലിൽ മസാജ് കൊടുക്കാൻ മറക്കണ്ട. തണുത്ത ആഹാര സാധനങ്ങൾ ഒരിക്കലും കൊടുക്കരുത്. ഈ കുട്ടിയുടെ രോഗം എത്രയും വേഗം സുഖപ്പെടുന്നത് ഇനി നിങ്ങളുടെ കയ്യിലാണ്. ഓൾ ദി ബെസ്റ്റ്. ഞാൻ പിന്നെ വന്ന് കാണാം. ഓക്കെ? അയ്യേ, ഇതെന്താ വരച്ചു വെച്ചിരിക്കുന്നേ? എന്താ ഈ ചിത്രം കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ല? എനിക്കിത് മനസ്സിലായില്ല. മനസ്സിലായില്ല? നീ തന്നെ. അയ്യോ അയ്യോ, ഞാൻ നിന്നെയല്ല വരച്ചിരിക്കുന്നത്. പിന്നെ എന്റെ സങ്കല്പത്തിലുള്ള ഒരു സ്ത്രീയാ ഞാൻ ഈ ക്യാൻവാസിൽ വരച്ചു വെച്ചിരിക്കുന്നത്. ഓ, അങ്ങനെയാ? അങ്ങനെയല്ല, ഇങ്ങനെ. അയ്യോ, ദേ മുത്തശ്ശി വരുന്നു. അപ്പോഴേ ജോ മാത്രം ഈ ചിത്രമായി പുറത്തു വരുമ്പോ തുണിക്കമ്പനിക്കാരെല്ലാരും ഒന്ന് ചേർന്ന് ജോയിനെതിരെ കേസ് ഫയൽ ചെയ്യും. എന്തിന്? ഇതുപോലെ തുണിയില്ലാത്ത ചിത്രങ്ങൾ വരച്ചാലേ തുണിക്കമ്പനിക്കാർക്ക് എങ്ങനെ ബിസിനസ് നടക്കും പറ? അതിലും ഒരു രഹസ്യമുണ്ട്. എന്ത് രഹസ്യം? അത് ഞാൻ നിന്നോട് പറയാം. Naughty boy.
കൊണ്ടാണല്ലോ ഇത്ര മനോഹരിയായി നിന്നെ എനിക്ക് കാണാൻ സാധിച്ചത്. ഇരുണ്ടുപോയ എന്റെ ജീവിതത്തിന് വെളിച്ചം നൽകാൻ വന്ന പൂനിലാവാണ് നീ, എന്റെ സ്നേഹനിലാവ്. നീ ഒറ്റയ്ക്ക് എക്സർസൈസ് ചെയ്യുന്നത് എനിക്ക് ബോറാകുന്നു. ഇനിയും കുറച്ച് ദിവസം കൂടി. നീ പറയുന്നത്? ജോയുടെ കാല് ശരിയായ ശേഷം നമുക്ക് രണ്ടുപേർക്കും ജോഗിങ്ങിന് പോകാം, ജിമ്മിന് പോകാം, സ്വിമ്മിങ്ങിന് പോകാം. ഓക്കെ? ഏയ് വേഗം വാ, കൂൾ ഡ്രിങ്ക്സ് കുടിക്കാം. എനിക്ക് വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കുടിക്കാം. ഒരു കാര്യം ഓർമ്മയിലിരിക്കട്ടെ, ഏതൊരു സാഹചര്യത്തിലും ഇതുപോലുള്ള രോഗികൾ ഒരിക്കലും തണുത്ത ആഹാരം കഴിക്കാൻ പാടില്ല. അത് ചിലപ്പോൾ ജീവന് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. തണുത്ത സാധനങ്ങൾ കഴിക്കണമെന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെയായത്. ജോയ്, മുത്തശ്ശി എന്താ മോളെ? മുത്തശ്ശി, ജോയുടെ ശരീരം ആകെ തണുത്തിരിക്കുകയാണ്. ഇതുപോലെ ആണത് ജീവന് അപകടമാണ്. അയ്യോ, എന്റെ പൊന്നു മോൻ അങ്ങനൊന്നും ആവരുത്. ഇതിപ്പോ എന്താ ചെയ്യേണ്ട മോളെ? മുത്തശ്ശി ഒരു 1/4 മണിക്കൂർ പുറത്തിരുന്ന ഞാൻ ജോയ്ക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാം. ശരി.